ആ റൂമിലെ റെക്കോർഡിംഗ് സെഷൻ സ്റ്റേജിൽ അതേപോലെ പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ? സ്റ്റേജിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ജയ്ഹോ ടൂറിന് പോയപ്പോൾ ഞാൻ ജസ്റ്റ് പാടി തീർന്നിട്ടുള്ളൂ. അപ്പോൾ റഹ്മാൻ സാറാണ് പറഞ്ഞ് അൽഫോൺസിനെ വിളിക്കണം, ലൈവ് ഇത് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ US ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ റഹ്മാൻ സാറ് മെയിൽ അയച്ചിട്ടുണ്ട്. ദർ ഇസ് എ ന്യൂ സോങ് ജസ്റ്റ് റിലീസ്ഡ്, സോ വി നീഡ് ടു ആഡ് ദാറ്റ് സോങ് ടു ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അമേരിക്കയിലുള്ള കുറേ മ്യൂസീഷ്യൻസ് ഞങ്ങളുടെ കൂടെ പ്ലേ ചെയ്യുന്നുണ്ട്, അവിടുത്തെ വലിയ മ്യൂസീഷ്യൻസാണ്. അവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവർക്കൊരു സിസ്റ്റം ഉണ്ട്. അതായത് പ്രോഗ്രാമിന് മുമ്പ് ഒരു സാധനം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ബ്രേക്ക് ചെയ്യില്ല, ആ രീതിയിൽ അവർ പോവുള്ളൂ. അതുകൊണ്ട് അവർ മൈൻഡ് ചെയ്തില്ല. ഈവൻ റഹ്മാൻ സാറ് മെയിൽ അയച്ചിട്ട് പോലും അവർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ടും ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു, ആരോമലെ പാട്ട് ഞാനിപ്പം സാറിൻ്റെ മാനേജറോട് വെച്ചപ്പോൾ സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരൊന്നും റിപ്ലൈ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് റഹ്മാൻ സാർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, സാർ അങ്ങനെ ആരോമലെ സാറ് പറഞ്ഞിട്ടും അവർ ലിസ്റ്റ് മോഡിഫൈ ചെയ്യാനായിട്ട് അവർ റെഡി ആവണില്ല. ഒരു US തന്നെയുള്ള ഒരു അവിടുത്തെ വലിയ ഫേമസ് പിയാനോ പ്ലെയർ, ഡ്രം പ്ലേ ചെയ്യുന്നത് ലയണൽ റിച്ചിയുടെ. എനിക്ക് ആകെ സങ്കടമായി. കാര്യം എൻ്റെ ഒരു എന്താ പറയുക, ഒരു ബോംബ് എന്ന് പറയുന്നത് അതാണല്ലോ. അപ്പോൾ അതിന് പകരം എനിക്ക് വേറെ പാട്ടുകളൊക്കെയാണ്, എൻട്രൻട്രം പുനകൈ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പാട്ടുകളൊക്കെയാണ് ഞാൻ പാടുന്നത്. എന്നാലും സാരില്ല, ഞാനിങ്ങനെ നല്ലൊരു ടീമിൻ്റെ കൂടെ ഭാഗമാവാൻ പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ബെന്നിക്കും പ്രതീക്ഷിച്ച ചില പാട്ടുകൾ കിട്ടിയില്ല. അപ്പോൾ ബെന്നി എൻ്റെ അടുത്ത് വന്നിട്ട് സങ്കടം പറയും, ഞാൻ വന്നത് വെറുതെ പോയോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരിലിടൂ, എൻ്റെ കാര്യം ഒന്ന് ആലോചിക്കുക, എനിക്ക് ആ കൂടെ ഈ പാട്ടുള്ളത് അതുപോലെ എനിക്ക് പാടാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സങ്കടമൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ ഈ ഒരു എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാമെന്നുള്ളൊരു പോയിന്റിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കെല്ലാം ഒരു ആഘോഷമായിരുന്നു, ഒരു പുതിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഡാലസിലെത്തി കഴിഞ്ഞ് പെട്ടെന്ന് ഷോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരാൾ വന്നിട്ട് വിളിക്കുമോ, മാനേജർ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സാർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടി ചെല്ലുമ്പോൾ സാറ് സ്റ്റേജിൽ കയറാൻ വേണ്ടി മുമ്പ് നിൽക്കുക. എൻ്റെ അടുത്ത് പറഞ്ഞു, അൽഫോൺസ് വി നീഡ് ടു സിങ് ആരോമലെ ടുഡേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ സാർ നമ്മൾ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നോ പ്രോബ്ലം, വി ആർ ഗോയിങ് ടു ജാം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഒരു ത്രില്ലായി ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നല്ലൊരു പേടി, ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ കയറുമ്പോൾ, പ്രത്യേകിച്ച് ഈ ആരോമലെ എന്നുള്ള സോങ് പാടാനായിട്ട് കയറുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു സ്പിരിച്വൽ എലമെൻ്റ് ഉണ്ട് ആ പാട്ടിനകത്ത്. അതൊരു അനുഭവമാകണം കേൾക്കുന്നവർക്ക് എന്നുള്ളൊരു പ്രയറോട് കൂടിയാണ് തുടങ്ങുന്നത്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കയറി. അന്ന് എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ വേർഷൻ പോലും അല്ല ഞങ്ങൾ പാടിയത്. അത് പാട്ടങ്ങ് തുടങ്ങിയിട്ട് വേറെ എവിടെയോ പോയി. ഞാനും ഇമ്പ്രവൈസ് ചെയ്തു, സാറും ഇമ്പ്രവൈസ് ചെയ്തു. അതിൻ്റെ ഇടയിൽ കൂടെ കീബോർഡ് വായിക്കുന്ന ആള് പുള്ളിയുടെ ഇതിൽ ഇമ്പ്രൂവ്. അത് എങ്ങോട്ട് പോണേന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഒരു ഭയങ്കര ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തി. ഞാനിങ്ങനെ സൈലൻ്റായിട്ട് കൊണ്ടുവന്ന് നിർത്തിയപ്പം ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കും കേട്ടോ. പെട്ടെന്ന് വാവ് എന്നൊരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ റഹ്മാൻ സാറ് മൈക്ക് എടുത്തിട്ട് അതും കൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി, ഒരു അവാർഡ് കിട്ടിയ പോലെ ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടുന്ന സമയത്ത് റഹ്മാൻ സാറ് വന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ഷോയിൽ ഇന്ന് സ്റ്റേജ് പൊളിച്ചത് അൽഫോൺസ് ആണെന്ന് പറഞ്ഞിട്ട് സാറ് വന്നിട്ട് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സ്റ്റേജുകളിൽ പാടി. ലാസ്റ്റ് ചെന്നൈയിലൊരു സ്റ്റേജിൽ, അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പാടുന്ന സമയത്തൊക്കെ എക്സാക്ട്ലി സെയിം മോഡിലാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നത്. ചെന്നൈയിൽ പാടുന്ന സമയത്ത് ലാസ്റ്റ് പോർഷനായപ്പോൾ പെട്ടെന്ന് എന്തോ എനിക്കൊരു ഇൻസ്പിറേഷനിൽ ഞാനങ്ങ് കയറി ഇമ്പ്രവൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് അങ്ങ് കയറി ഇത് പറഞ്ഞ പോലെ തന്നെ പാട്ട് കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ സാറ് മുകളിലായിരിക്കുന്നത്, ഞാൻ സാധാരണ സ്റ്റേജിൽ മുകളിൽ വേറൊരു ലെയറിൽ അവിടെ പിയാനോ വെച്ചിട്ട് ഇരിക്കുന്നത്. ഞാനിത് പാടി ഇങ്ങനെ നിർത്തി. ഞാൻ എപ്പോഴും അത് കണ്ണടിച്ച് ഞാനിങ്ങനെ എൻഡിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. ഞാൻ എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വരാൻ നേരത്ത് പെട്ടെന്ന് ആരും എൻ്റെ കൈ പിടിക്കുന്ന പോലെ തോന്നി. ഞാനപ്പോൾ ഞെട്ടിപ്പോയി. വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. ഞാൻ സ്റ്റേജിൽ റാമ്പിൻ്റെ ഏറ്റവും അറ്റത്താണ്, അവിടെ ആരെങ്കിലും നമ്മുടെ കൈ പിടിക്കുന്നവരും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. ഞാൻ പെട്ടെന്ന് ഞെട്ടി, എൻ്റെ കണ്ണടയൊക്കെ തെറിച്ച്. ആ സമയം നോക്കുമ്പോൾ സാറ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ കൈ പിടിച്ച്. അപ്പോൾ അന്നേരം എടുത്ത ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അത് എൻ്റെ കണ്ണടയൊക്കെ തെറിച്ചിങ്ങനെ ഭയങ്കര ഇതിൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സാറിൻ്റെ വൈഫൊക്കെ ഇങ്ങനെ ഒത്തിരി നല്ല രീതിയിൽ പറഞ്ഞു.
അപ്പോൾ ഞാനിങ്ങനെ ഗിറ്റാർ വായിക്കുന്ന പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല സാറിന് അത് ഇഷ്ടമായോ എന്തോ ഇങ്ങനെ പാടിയത്. പറഞ്ഞു ഇല്ലില്ല, നോ മാൻ, ഹി ഓൾവേസ് എൻജോയ്സ് വാട്ട് എവർ. എപ്പോഴും ഇത്രയും സിംഗേഴ്സിന് സ്പേസ് കൊടുക്കുന്ന ഒരു സംഗീത സംവിധായകൻ, അതും ഇത്രയും വലിയൊരു ലെജൻഡ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള എല്ലാ ഷോയിലും ആ ഒരു സ്പേസ് അദ്ദേഹം തന്നെ നമുക്ക് തരുന്നുണ്ട്.